നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് കൂൺ. ഡയറ്റിൽ കൂൺ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ അഭാവമുള്ളവർക്കും കൂൺ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ, വിറ്റാമിൻ ഡി, B2, B3 എന്നിവയും കൂണിൽ അടങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ സംസ്കാരങ്ങളിൽ കൂൺ പ്രകൃതിദത്ത ഔഷധമായി വർത്തിച്ചു വരുന്നു. ലോകത്ത് പലതരം കൂണുകൾ ലഭ്യമാണ്. എന്നാൽ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലെ വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക കൂണിന്ന് ശാസ്ത്രലോകത്തെയും ഭക്ഷണപ്രേമികളെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. ലാൻമാവോവ ഏഷ്യാറ്റിക്ക എന്നറിയപ്പെടുന്ന ഈ കൂൺ രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കൂൺ സീസണിൽ യുനാൻ പ്രവിശ്യയിലെ വീടുകളിലും റെസ്റ്റോറന്റുകളിലും ഈ കൂണിൽ നിന്നുള്ള വിഭവങ്ങൾ സ്ഥിരം സാന്നിധ്യമാണ്. ഈ കൂണിന് ഒരു അപകടകരമായ വശവുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലാൻമാവോവ ഏഷ്യാറ്റിക്ക ശരിയായ രീതിയിൽ പാകം ചെയ്തില്ലെങ്കിൽ കഴിക്കുന്നവർക്ക് ഹാലൂസിനേഷൻ അനുഭവപ്പെടാം. അങ്ങനെ പണി കിട്ടിയ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുനാനിലെ കൂൺ ഹോട്ട്സ്പോട്ട് റെസ്റ്റോറന്റുകളിൽ സമയം ഉറപ്പിച്ചു വെച്ചാണ് ഈ കൂൺ പാചകം ചെയ്യുന്നത്. മതിയായി വേവിക്കാതെ കഴിച്ചാൽ ചിലർക്ക് ചെറിയ മനുഷ്യരെയും വിചിത്രമായ ജീവികളെയും കാണുന്ന അനുഭവം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ അവസ്ഥയെ ലില്ലിപുട്ടിൻ ഹാലൂസിനേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഗള്ളിവരുടെ യാത്രകൾ എന്ന പ്രശസ്ത നോവലിലെ ലില്ലിപുട്ട് ദ്വീപിലെ ചെറിയ മനുഷ്യരുടെ പേരിലാണ് ഈ പ്രതിഭാസത്തിന് ഈ പേര് ലഭിച്ചത്. 1991 ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ യുനാൻ പ്രവിശ്യയിലെ ഈ കൂൺ കഴിച്ചതിന് ശേഷം ആളുകൾക്ക് ഇത്തരം ഹാലൂസിനേഷനുകൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ഈ ഹാലൂസിനേഷനുകൾക്ക് കാരണമാകുന്ന കൃത്യമായ രാസസംയുക്തം ഇതുവരെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. രുചിയിലും ഉപയോഗത്തിലും അപൂർവമായ ഈ കൂൺ അതിന്റെ അജ്ഞാത സ്വഭാവം കൊണ്ട് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുകയാണ്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രൂപങ്ങൾ എല്ലായിടത്തും കാണുന്നു എന്നാണ് കൂൺ കഴിച്ച് ഹാലൂസിനേഷൻ ഉണ്ടായവർ പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിലും ഇടുന്ന വസ്ത്രങ്ങളിലും ചുവരുകളിലുമെല്ലാം ഇത്തരം കുഞ്ഞൻ രൂപങ്ങൾ. ഇത്തരം ഹാലൂസിനേഷനുകൾക്ക് കാരണമാകുന്ന കെമിക്കൽ സംയുക്തം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. 12 മുതൽ 24 മണിക്കൂർ വരെയാണ് ഇതിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ ഇത് 1 മുതൽ 3 ദിവസം വരെ നീളുന്നു. ഒരാഴ്ച വരെ ആശുപത്രിവാസം വരെ വേണ്ടിവരുന്ന അവസ്ഥയുമുണ്ട്. തലകറക്കം ഉൾപ്പെടെയുള്ള ചെറിയ പ്രശ്നങ്ങളും ഈ കൂൺ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവിക്കാതെ കഴിച്ചാൽ പണി കിട്ടും.